ഒക്കെ നല്ല എന്താ പറയുക, നല്ല തിളക്കം തന്നെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പം ഇന്ന് ഞാനൊരു നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കണത്. വെളിച്ചെണ്ണ ചേർത്തുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം നമുക്കിത് മുഖത്ത് എല്ലാ ദിവസവും തേക്കാവുന്നതാണ്. മുഖം നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും ചുളിവുകളൊക്കെ കുറയാനും ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ. ഓയിൽ സ്കിന്നുകാർക്കൊക്കെ തേക്കാം. തേച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കടലമാവ് ഉപയോഗിച്ച് മുഖം ജസ്റ്റ് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി. എന്തായാലും ഒരു ഓയിലൊക്കെ തോന്നുമല്ലോ, അപ്പോൾ അങ്ങനെ കഴുകിക്കളഞ്ഞാൽ മതി. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് അത്രയും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഓയിൽ സ്കിന്നാണ്, അപ്പോൾ ഞാൻ എന്തായാലും തേക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ആയതുകൊണ്ട് കുരുക്കളൊക്കെ വരും. അപ്പോൾ ഞാനൊരു 10 മിനിറ്റൊക്കെ വെക്കും കേട്ടോ. അതിന് ശേഷം നല്ല ഒരു കടലമാവ് ഉപയോഗിച്ച് ഒന്ന് കഴുകി കളയട്ടോ. സ്കിന്ന് നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കാനും ചുളിവുകൾ ഉണ്ടാവില്ലേ, ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയ്ക്കാനൊക്കെ ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ എടുക്കുന്നതിന് മുന്നേ നമുക്ക് കറ്റാർവാഴയുടെ ജെല്ലൊന്ന് എടുത്തേക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കറ്റാർവാഴ ജെല്ലാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള കറ്റാർവാഴ ജെല്ലും അതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് എല്ലാവർക്കും അത് പിടിക്കണമെന്നില്ല. ഒരു ഇച്ചിങ്സ്, ഒരു സ്വഭാവമുള്ള സാധനമാണ് ഈ കറ്റാർവാഴ ജെല്ല് കേട്ടോ. ഇപ്പോൾ ചൊറിച്ചിൽ ഒരു ഇതൊക്കെ വരും. അതിനേക്കാളും നല്ലത് ഈ ഒരു കറ്റാർവാഴ ജെല്ലാണ്. നമുക്ക് കുറച്ച് കറ്റാർവാഴയുടെ ജെല്ല് എടുക്കാം. ഞാനിത് കുറച്ച് എടുക്കുന്നുള്ളൂ, ഞാൻ ഫേസിൽ മാത്രമേ തേക്കുന്നുള്ളൂ കേട്ടോ. കറ്റാർ ജെല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനം വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ കുറച്ചെടുത്താൽ മതി, ഇത്ര മതി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കറ്റാർവാഴ ജെല്ല്, വെളിച്ചെണ്ണ. പിന്നെ വേണ്ടതാണ് തേനും കൂടെ നമുക്കിതിലങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു പാക്ക് തേക്കാവുന്നതാണെന്ന്. കുറച്ച് തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാതെ കറ്റാർവാഴ ജെല്ല്, തേന്, വെളിച്ചെണ്ണ ഇതൊക്കെ മിക്സ് ചെയ്യാൻ ഇത്തിരി പാടുള്ള കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാം, സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല ജെല്ല് പോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാട്ടോ നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുന്നത്. എല്ലാ ദിവസവും വേണമെങ്കിൽ തേക്കാം കേട്ടോ. കുളിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ തേച്ചിട്ട് നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതിയേ. ചെറുതായിട്ട് ഒരു എണ്ണമയൊക്കെ ഉണ്ടാവും കേട്ടോ. ഓയിൽ സ്കിന്നുകാർക്കാണ് പ്രശ്നം. ഡ്രൈ സ്കിന്നുകാർക്ക് അത്രയും പ്രശ്നമില്ലല്ലോ. ചെറുതായിട്ട് ഒരു എണ്ണമയം വന്നാലൊന്നും പ്രശ്നമില്ല. പിന്നെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തേക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മൾ കഴുകി കളയല്ലോ. സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകി കളയല്ലോ. സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ചൊക്കെ നമ്മൾ കഴുകി കളയല്ലോ. അപ്പോൾ നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തിട്ടുണ്ടേ. ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം മുഖത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ കഴുകാൻ മറക്കരുത്. ഞാൻ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടാട്ടോ വന്നത്. ഇപ്പോൾ കാറ്റടിച്ചിട്ട് മുഖമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തേച്ചെടുക്കാതെ മസാജ് ചെയ്യുക കേട്ടോ. ഈ കണ്ണിൻ്റെ താഴെയിൽ ഇവിടെയൊക്കെ കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. പിന്നെ നെറ്റിയിലെ ചുളിവില്ലേ, ചുളിവൊക്കെ മാറാനും ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ അങ്ങ് തേച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്താൽ മതിയേ. നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ടേ. ഇത് മുഖത്ത് തേക്കാനുള്ളത് മാത്രമേ എടുത്തോളിരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ കഴുത്തിൽ തേക്കാനുള്ളതൊക്കെ എടുത്തോളൂ. ഇതുപോലെ ഒന്ന് നല്ലോണം അങ്ങ് മസാജ് ചെയ്യുക. ഒരു 10 മിനിറ്റൊക്കെ മുഖത്തങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഒരു കടലമാവ് ഉപയോഗിച്ച് അങ്ങ് ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച്
മുഖം അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. ഒരുപാട് അങ്ങ് പതപ്പിച്ച് കഴുകി കളയണ്ട. കുറച്ച് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം വെള്ളം ചേർത്ത് നല്ലവണ്ണം തേച്ച് കഴുകുക. ഒരുപാട് ഇങ്ങനെ പതപ്പിച്ച് അങ്ങ് കഴുകണ്ട കേട്ടോ. ചെറുതായിട്ട് ഒരു എണ്ണമയൊക്കെ മുഖത്ത് വേണം. ഓയിൽ സ്കിന്നാർക്കാണെങ്കിൽ എന്തായാലും ഇപ്പം വെളിച്ചെണ്ണയുടെ ഒരു ഓയിലുള്ളതുകൊണ്ട് അവർക്ക് എന്തായാലും ഒരു കുരുക്കളൊക്കെ വരുമെന്നൊരു പേടിയുള്ളത് കൊണ്ട് കടലമാവ് ഉപയോഗിച്ച് തന്നെ കഴുകി കളഞ്ഞോളൂ. ഡ്രൈ സ്കിന്നുകാരുടെ പറയണത് അവർ ഒരുപാട് അങ്ങ് ഇങ്ങനെ സോപ്പ് പതപ്പിച്ച് കഴുകി കളയണ്ട. ചെറുതായിട്ടൊരു എണ്ണമയും തേനിൻ്റെ ഇതൊക്കെ ഒന്ന് ഗ്ലോ കിട്ടണമെങ്കിൽ കുറച്ച് ഫേസ് വാഷ് ഉപയോഗിച്ചങ്ങ് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാവേ. നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്ന കേട്ടോ. മുഖം നല്ല ക്ലിയർ ആവാനും ചുളിവുകൾ കുറയാനും ഡ്രൈനെസ് ഒക്കെ മാറാനും ഒക്കെ നല്ലതാണ്. ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ ഓയിൽ സ്കിന്നുകാർക്ക് ഇപ്പം ഈ ഓയിൽ അങ്ങ് ചേർക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കറ്റാർവാഴ ജെല്ലും തേനും മാത്രം മതി കേട്ടോ. അതാണെങ്കിലും അടിപൊളിയാണ്. നല്ലോണം തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. 10 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു എണ്ണമയം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്തായിരുന്നല്ലോ. പിന്നെ ഞാൻ കുറച്ച് കടലമാവും കൂടെ ഉപയോഗിച്ചാണ് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നത്. സ്കിന്നൊക്കെ നല്ല എന്താ പറയുക, നല്ല തിളക്കം തന്നെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും വേണമെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് മുഖത്ത് ഇതേപോലെ തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. മുഖത്ത് ചുളിവുകളൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആവാനും നിറം വയ്ക്കാനും ഒക്കെ അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. ഇനിയിപ്പം കാറ്റും തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കൊക്കെ തേക്കുവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നല്ലതാണ് കേട്ടോ. ഒരുപാട് അങ്ങ് ഡ്രൈ ആവത്തില്ലല്ലോ. അപ്പോൾ ഓയിൽ സ്കിന്നുകാർ പേടിക്കേണ്ട. നമുക്ക് ഇച്ചിരി കടലമാവ് ഉപയോഗിച്ച് മുഖം അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി. എന്നിട്ടൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇച്ചിരി നന്നായിട്ടൊന്ന് മസാജ് ചെയ്തായിരുന്നു കേട്ടോ. നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് വീഡിയോ അങ്ങ് ഓഫ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് അങ്ങ് മസാജൊക്കെ ചെയ്ത് 10 മിനിറ്റ് കൂടുതൽ വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇത്രയും റിസൾട്ട് വന്നേക്കുന്നത്. സ്കിന്ന് നല്ല തിളക്കമുണ്ട് കേട്ടോ. കവളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. നല്ല തിളക്കം അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നല്ല തിളക്കമുണ്ട് കേട്ടോ. നല്ലൊരു പാക്കാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി പാക്കാണ്. ഇതുപോലത്തെ ഒരു അലോവേറ ജെല്ലൊന്ന് മേടിച്ച് വെച്ചാൽ മതിയാവേ. ഇതിന് 120 രൂപയാണ്. ഞാൻ അധികം മേടിക്കുന്നത് ബഞ്ചാറസിൻ്റെ കമ്പനീൻ്റെയാണ് മേടിക്കുന്നത്. പിന്നെ ഇതിൽ ഇത്തിരി കളറൊക്കെ ചേർത്ത ഒരു അലോവേറ ജെല്ലാണ് ഏറ്റവും നല്ലത്. കളറില്ലാത്ത അലോവേറ ജെല്ലാണ് ഏറ്റവും നല്ലത് കടയിൽ നിന്ന് മേടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന അലോവേറ ജെല്ലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മുഖത്തങ്ങ് തേക്കാവുന്നതാണ്. പക്ഷേ അത് തേക്കുമ്പോൾ റിച്ചിങ്സ് അങ്ങനെയൊക്കെ വരാറുണ്ട്. ഒരു എന്താ പറയുക, ചൊറിച്ചലോ അല്ലെങ്കിൽ ഒരു കൊണ്ട് കയറുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ചില അലോവേറ ജെല്ല് അങ്ങനെയാണ്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള അലോവേറ ജെല്ല്. ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേറ ജെല്ല്. ഇതാണ് നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. കളറില്ലാത്ത അലോവേറ ജെല്ല് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. അതാണ് ഏറ്റവും കൂടെ നല്ലത്. പിന്നെ നമ്മൾ തേൻ എടുക്കുവാണെങ്കിൽ തേന് കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്ത് പാക്ക് എടുക്കുകയാണെങ്കിലും കുറച്ചെടുത്തിട്ട് നമ്മൾ സ്കിന്നിനൊക്കെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം കൂടെ തേച്ചെടുക്കാമല്ലോ. അപ്പോൾ തേൻ എടുക്കുമ്പോഴും കുറച്ചെടുത്താൽ മതി. അപ്പോൾ എൻ്റെ തേനൊക്കെ തീരാറായിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന സംഭവം ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അത് ഇവിടം വരെയുള്ളൂ തേനപ്പം. തേൻ തീരാറായി. പിന്നെ വെളിച്ചെണ്ണ നമ്മുടെ 916 വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. പിള്ളേരുടെ തലമുടിയിലൊക്കെ തേച്ച് കൊടുക്കുന്ന വെളിച്ചെണ്ണ ഇതാണ്. നല്ലതാണ്. അപ്പോൾ എല്ലാ സംഭവങ്ങളൊക്കെ നല്ല നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.